സാംസങ്ങിന്റെ സാംസങ് സെഡ് ഫ്ലിപ്പ് 6 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ക്ലാംഷെൽ ഫോൾഡബിൾ ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് സെഡ് ഫ്ലിപ്പ് 6 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇനി ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. 3.4 ഇഞ്ചിന്റെ ഒരു HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 720x748 ആണ്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ Gorilla Glass Victus 2ന്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 2 ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ മികച്ച പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 187 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 14.9 mm ആണ്. ഫോൺ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത്, ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 6.9 mm ആണ്. പിന്നെ ആർമർ അലൂമിനിയം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്കിൽ Gorilla Glass Victus 2ന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ IP48 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഴയ വെർഷന്റെ IP-X8 റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അവർ X മാറ്റിയിട്ട് 4 ആക്കിയിട്ടുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻസ് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ബ്ലൂ, മിന്റ്, അതുപോലെ തന്നെ സിൽവർ ഷാഡോ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ഇതിൽ വരുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. പഴയ വെർഷനിൽ 8 GB റാം ഒക്കെയാണ് വന്നിട്ടുള്ളത്. അത് മാറ്റി 12 GB റാം ആക്കിയിട്ടുണ്ട്. പിന്നെ 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 12 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 10 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ടെലിഫോട്ടോ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വെർഷനിൽ 3100 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 1,19,999 രൂപയാണ്. അതുപോലെ തന്നെ 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 1,21,999 രൂപയാണ്. ജൂലൈ 24 മുതലാണ് സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ ഓർഡർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രീ ഓർഡർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിലയും അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പം പഴയ വെർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വില അവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച ഫീച്ചേഴ്സും വരുന്നുണ്ട്, വിലയും അത്യാവശ്യം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ. വിലയും അത്യാവശ്യം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.